ഗവർണർ ശത്രുതാ മനോഭാവത്തോടെ അല്ല പെരുമാറേണ്ടത് എന്ന് കേരളം സുപ്രീം കോടതിയിൽ. ബില്ല് തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല. രാഷ്ട്രപതിയുടെ റഫറൻസുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിന്റെ വാദം. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ രാഷ്ട്രപതിയുടെ റഫറൻസിനെ എതിർത്തുകൊണ്ടാണ് കേരളത്തിന്റെ വാദം. ആ വാദം പൂർത്തിയായിട്ടുണ്ടോ? ഗോകുൽ, ഈ രാഷ്ട്രപതിയുടെ റഫറൻസിന് എതിരെയാണ് കേരളവും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഇന്ന് ഈ രാഷ്ട്രപതി റഫറൻസിനെ എതിർക്കുന്നവരുടെ വാദം സുപ്രീം കോടതിയിൽ പൂർത്തിയാകും. ഈ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഗവർണർ ശത്രുതാ മനോഭാവത്തോടെയല്ല പെരുമാറേണ്ടത് എന്ന നിലപാട് കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചത്. കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാലാണ് സുപ്രീം കോടതിയിൽ ഹാജരായത്. ബില്ലുകൾ തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമില്ല. സാധാരണ രീതിയിൽ ധനബില്ലുകൾ എന്നുള്ളത് സാധാരണ ജനങ്ങളുടെയും സർക്കാർ ജീവനക്കാരെയും ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ ബില്ലുകൾ പോലും 14 ദിവസമാണ് പരമാവധി തീരുമാനമെടുക്കാൻ സമയമെടുക്കൂ എന്നിരിക്കെ 10 മാസത്തോളമാണ് കേരളത്തിൽ ഒരു ബില്ല് ഗവർണർ പിടിച്ചുവെച്ചത് എന്ന് കെ വേണുഗോപാൽ സുപ്രീം കോടതിയിൽ അറിയിച്ചു. എന്നാൽ അത് ഓരോ കേസുകളായി പരിഗണിക്കാനാകില്ല എന്നാണ് സുപ്രീം കോടതി ഈ ഘട്ടത്തിൽ പരാമർശം നടത്തിയത്. എന്നാൽ അത് ഇത്തരത്തിൽ പല സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നും 28 സംസ്ഥാനങ്ങളിൽ 23 എണ്ണത്തിലും പ്രശ്നങ്ങളില്ലാതെ ഗവർണറും സർക്കാരും സഹകരിച്ചു പോകുന്നു. എന്നാൽ മറ്റ് 5 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് എന്നും ഈ ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർക്ക് സംശയമുണ്ടെങ്കിൽ മന്ത്രിമാരെ വിളിച്ച് അതിൽ സംശയ നിവാരണം നടത്താവുന്നതാണ്. അതിനുശേഷം എന്നാൽ ബില്ലുകൾ പിന്നീടും തടഞ്ഞു വെക്കുന്നതിന്റെ കാരണം എന്ത് എന്ന് ഗവർണർമാർ അറിയിക്കേണ്ടതാണ് എന്നും കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുൻ ഗവർണറുടെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ ബില്ല് അയക്കുന്ന ഘട്ടത്തിലും മന്ത്രിമാരെ വിളിച്ച് വിശദീകരണം തേടുകയായിരുന്നു ഗവർണർ ചെയ്തിരുന്നത് എന്നും തുടർന്ന് എന്നാൽ തീരുമാനമെടുക്കാതെ പിന്നെ ആ ബില്ലുകൾ വീണ്ടും പിടിച്ചുവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന കാര്യവും കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചു. എന്തായാലും വാദം ഇപ്പോഴും തുടരുകയാണ്. ഗൂഗിൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.